ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ മിക്സ്ചർ തിന്നാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊതിയാവും കേട്ടോ. അപ്പോൾ കുറേ നാളായി ഞാൻ വിചാരിക്കണു ഇവിടെ ഒന്ന് ഉണ്ടാക്കണം കേട്ടോ, വീട്ടിലുണ്ടാക്കണമെന്ന്. ഞാൻ നാട്ടിൽ കുറേ വട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്, 2-3 പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് ഉണ്ടാക്കിയാലോ. സത്യം പറഞ്ഞാൽ ഇത് ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. ആ മാവ് കുഴച്ചെടുക്കേണ്ട ഒരു പരിപാടി മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ആദ്യം തന്നെ 2 കപ്പ് കടലമാവ് എടുക്കുക. അതിലേക്ക് 1/2 കപ്പ് അരിപ്പൊടിയും പിന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കായപ്പൊടി ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് അപ്പോഴേക്കും ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ചൂടാകാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിക്കണം കേട്ടോ. എന്നിട്ട് ആദ്യം തന്നെ നമ്മൾ കുറച്ച് കറിവേപ്പില ഒന്ന് വറുത്ത് കോരി മാറ്റി വെക്കണം. എന്നിട്ട് 7 ഓയിൽ ആ ഡോ ഇട്ടിട്ട് ഇങ്ങനെ പീച്ച് അല്ല ഇങ്ങനെ ഞാൻ തിരിച്ചെടുക്കുക കേട്ടോ. ഞാൻ കുഞ്ഞ ഹോളിലാട്ടോ എടുത്തിരിക്കുന്നത്, അതാവുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അത് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കടല കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ് കടല, എനിക്ക് മാത്രമല്ല ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ പൊട്ടുകടല ഒന്ന് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ തൊലിയോടെ ചതച്ച വെളുത്തുള്ളിയും കൂടി ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കുക. പിന്നെ ബൂന്തി ഉണ്ടാക്കണം. ബൂന്തി എന്ന് തന്നെ പറയുക, അത് തോന്നുന്നു കേട്ടോ. അതുണ്ടാക്കാൻ നമ്മൾ ആ മാവ് കുഴച്ചില്ല, അതിന് കുറച്ച് മാവ് എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ലൂസാക്കി കഴിഞ്ഞാൽ ബൂന്തി ആവും കേട്ടോ. ആവില്ല, എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അരിപ്പയിൽ ഓട്ടയുള്ള ഒരു തവിയില്ലേ, അതിലിട്ടിട്ട് ആക്കി കഴിഞ്ഞാൽ റെഡിയാവും. എന്നിട്ട് എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ എരിവുള്ള മുളക് പൊടിയും കുറച്ച് ഉപ്പും കായപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മിക്സ്ചർ റെഡി. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ചെറുപ്പത്തിലേക്കില്ലേ, പണ്ടൊക്കെ ഇല്ലേ, ബോധവും വിവരമൊന്നും ഇല്ലാത്ത കാലത്തെ ഈ മിക്സ്ചറിന് മിക്സർ എന്നാണ് പറയുക. അത് നിങ്ങളും അങ്ങനെ തന്നെയാണോ പറയുക? അപ്പോൾ ശരി, ടാറ്റ, ബൈ ബൈ.